ലോകത്തെ പല നദികളിലും സംഭവിക്കുന്ന അത്ഭുത പ്രവാഹങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഇത്തരം ജലാശയങ്ങളിൽ പല മാറ്റങ്ങൾക്കും കാരണമാകാറുണ്ട്. എന്നാൽ 24 മണിക്കൂറും മദ്യം ഒഴുകി വരുന്ന ഒരു നദിയെപ്പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊരു വാർത്ത സത്യമായിരിക്കുകയാണ്. ഹവായിയിലെ ഒരു ദ്വീപായ ഓഹുവിൽ ഒരു അരുവിയുണ്ട്. വൈപ്പിയോ എന്ന ചെറുനദിയിലേക്ക് ചെന്ന് ലയിക്കുന്ന ഈ അരുവിയിൽ നിന്ന് ഒരു ദിവസമുണ്ടായ മദ്യഗന്ധം നാട്ടുകാർ ശ്രദ്ധിക്കുകയും അധികാരികളെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അരുവിയിലെ ജലത്തിൽ ആൽക്കഹോളിന്റെ അളവ് 1.2% കണ്ടെത്തി. അരുവിയിലെ ജലത്തിൽ 0.4% പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തി. ഒടുവിൽ അന്വേഷണം എത്തിനിന്നത് അരുവിക്ക് സമീപമുള്ള ഒരു ഡിസ്റ്റിലറിയിലാണ്. അവിടെ നിന്നുള്ള മാലിന്യങ്ങളും മലിനജലവും വഹിക്കുന്ന ഒരു പൈപ്പ് പൊട്ടി അരുവിയിൽ കലർന്നതാണ് അരുവിയെ മദ്യപ്പുഴയാക്കിയത്. എന്തായാലും അധികാരികൾ തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ ഫാക്ടറിയിലെ പൈപ്പ് അടയ്ക്കുകയും കുറച്ചു ദിവസത്തേക്ക് ജനങ്ങൾ കൃഷിക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഈ ജലം ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജലാശയങ്ങളുടെ സംരക്ഷണം ഇന്ന് ലോകത്ത് വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരിക്കുകയാണ്. കാരണം വൻകിട രാജ്യങ്ങളിൽ ഉൾപ്പെടെ കെമിക്കൽ ഫാക്ടറിയും മറ്റു പലതും അവരുടെ മാലിന്യ പൈപ്പുകൾ ജലാശയങ്ങളിലേക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ജലജീവികളുടെ നാശത്തിനും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. വൈവിധ്യങ്ങൾ ഒളിപ്പിച്ച മറ്റ് ജലാശയങ്ങളെ കൂടി ഒന്ന് നോക്കാം. വിയറ്റ്നാമിലെ പ്രശസ്തമായ ഒരു നദിയാണ് ഹുറോങ്. പെർഫ്യൂം നദി എന്നാണ് ഹുറോങ് എന്ന പേരിനർത്ഥം. ശരത്കാലത്ത് ഈ നദിയിലെ ജലത്തിന് നല്ല പെർഫ്യൂം പോലുള്ള സുഗന്ധമായിരിക്കും. 80 കിലോമീറ്ററോളം നീളമുള്ള ഹുറോങ് നദി ഒഴുകുന്നത് വിയറ്റ്നാമിലെ മധ്യപ്രവിശ്യയായ തുര തിൻഹ്യൂവിലൂടെയാണ്. നദി കടന്നുവരുന്ന പൊക്കമുള്ള പ്രദേശങ്ങളിലെ കാടുകളിൽ പൂത്തു നിൽക്കുന്ന ചില മരങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് നദിക്ക് ഈ സുഗന്ധം നൽകുന്നത്. നദീതീരത്തെ ഒരു പട്ടണമായ ഹ്യുവിലുള്ളവരാണ് ഈ നദിക്ക് ഹുറോങ് അഥവാ പെർഫ്യൂം നദി എന്ന പേര് നൽകിയത്. മറ്റൊന്ന് ആഫ്രിക്കൻ രാജ്യം കോങ്കോയിലെ കോങ്കോ നദിയുടെ കൈവഴിയായ റുക്കി നദി ലോകത്തിലെ ഏറ്റവും കറുത്ത ജലാശയങ്ങളിൽ ഒന്നാണ്. സ്വിറ്റ്സർലൻഡിലെ ETH സൂറിച്ച് സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഈ നദിയിലെ വെള്ളത്തിന് ഇത്രയും കറുപ്പ് നിറത്തിന് കാരണം എന്തെന്ന് കണ്ടെത്തിയത്. ചുറ്റുമുള്ള മഴക്കാടുകളിൽ നിന്ന് ഉയർന്ന അളവിൽ അലിഞ്ഞു ചേരുന്ന ജൈവ വസ്തുക്കളിൽ നിന്നാണ് നദിയിലെ വെള്ളത്തിന് നിറം ലഭിക്കുന്നതെന്നാണ് പഠനഫലം പറയുന്നത്. കട്ടൻ ചായ പോലെയുള്ള വെള്ളമെന്നാണ് റുക്കിയുടെ ജലത്തെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. കാനഡയിലെ ഒണ്ടാരിയോയിൽ സ്ഥിതി ചെയ്യുന്ന ഖനിയാണ് കിഡ്സ് ക്രീക്ക്. 1963 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഈ ഖനിയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജലമെന്ന് 2009 ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. ബാർബറ ലോളർ എന്ന ടൊറന്റോ സർവകലാശാലയിലെ ഭൗമശാസ്ത്രജ്ഞയാണ് ഈ പഴക്കമുള്ള ജലം കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ചെംസിംഗ് ഖനിയാണ് കിഡ്സ് ക്രീക്ക്. 1992 മുതൽ കിഡ്സ് ക്രീക്കിൽ ഇവർ സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ 17 വർഷങ്ങൾക്കിപ്പുറം നടത്തിയ സന്ദർശനത്തിൽ ഈ ജലം ലോളറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഖനിയിൽ ഭൗമനിരപ്പിൽ നിന്ന് 3 കിലോമീറ്ററോളം താഴ്ചയിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തത്. മൂക്ക് എരിഞ്ഞു പോകുന്ന മട്ടിൽ ദുർഗന്ധമുള്ള ജലത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഇതിന്റെ പ്രായം കണക്കാക്കപ്പെട്ടത്. 150 മുതൽ 260 വരെ കോടി വർഷം പഴക്കമുള്ളതാണ് ഈ ജലമെന്ന് പഠനം പറയുന്നു.